2018 ജനുവരി 8 എറണാകുളം കുമ്പളം കായലോരം. അവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ട്. അവിടേക്കൊരു പോലീസ് വാഹനം വന്ന് നിൽക്കുന്നു. ഏതാനും പോലീസുകാർ ഇറങ്ങി ആൾക്കൂട്ടത്തിനടുത്തേക്ക് നടന്നു. അവിടെ ഒരു നീല വീപ്പ കിടക്കുന്നുണ്ട്. അതിൽ നിന്നും ചെറിയ തോതിൽ ദുർഗന്ധവും ഉയരുന്നുണ്ട്. കൂട്ടത്തിലൊരു പോലീസുകാരൻ ചോദിച്ചു, ഇത് എത്ര കാലമായി ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം 1 വർഷത്തിലധികമായി സാറേ. ഈ കായലിൽ കിടക്കുകയായിരുന്നു. കായൽ വൃത്തിയാക്കിയപ്പോൾ കരയിലേക്കിട്ടതാ. കായലിൽ കിടക്കുമ്പോൾ വീപ്പയ്ക്ക് ചുറ്റും എണ്ണമയവും ഉണ്ടായിരുന്നു. കരയിലേക്കിട്ടതിൽ പിന്നെയാ ഈ മണം തുടങ്ങിയത്. അതിൽ പിന്നെയാണ് പത്രക്കാരെ വിളിച്ചത്. ഒരു നാട്ടുകാരൻ പറഞ്ഞു. പോലീസ് അത് പൊട്ടിക്കാൻ തീരുമാനിച്ചു. ആദ്യം വീപ്പയുടെ പ്ലാസ്റ്റിക് കത്തി ഉപയോഗിച്ച് കീറി. പിന്നീട് കോൺക്രീറ്റ് ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് പൊട്ടിക്കാൻ തുടങ്ങി. ആദ്യ കോൺക്രീറ്റ് പീസ് പൊട്ടിയപ്പോൾ തന്നെ അതിനകത്ത് കാര്യമായ എന്തോ ഒന്നുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അതോടെ ശ്രദ്ധാപൂർവം കോൺക്രീറ്റ് പൊട്ടിക്കാൻ തുടങ്ങി. പൊട്ടിയ കോൺക്രീറ്റ് കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് ആദ്യം പോലീസ് ശ്രദ്ധിച്ചത് ഒരു കയറായിരുന്നു. അധികം വൈകാതെ തന്നെ മനുഷ്യൻ്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. തല കീഴായ രീതിയിലായിരുന്നു അവ വീപ്പയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അതിൽ അവിടെ ഇവിടെയായി കുറച്ച് ഭാഗത്ത് അല്പം മാംസവും ബാക്കിയുണ്ടായിരുന്നു. തലയോട്ടിയുടെ ഭാഗത്ത് കട്ടിപിടിച്ച നിലയിൽ അല്പം മുടിയും ബാക്കിയുണ്ടായിരുന്നു. വീപ്പയ്ക്കുള്ളിൽ നിന്ന് മൃതദേഹത്തിനൊപ്പം 3 പഴയ 500-ന്റെ നോട്ടുകളും ദ്രവിച്ചു തുടങ്ങിയ നീളമുള്ള തുണിക്കഷ്ണങ്ങളും ഒരു അരഞ്ഞാണവും പോലീസിന് കിട്ടി. എന്നാൽ മരിച്ചത് സ്ത്രീയോ പുരുഷനോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ ശാസ്ത്രീയ പരിശോധനയിൽ മരിച്ചത് ഏകദേശം 50 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞു. അതോടെ അതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായി. വളരെ വ്യക്തമായ പ്ലാനിങ്ങോടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം. ലോക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എറണാകുളം സൗത്ത് CI സിബി ടോമിനായിരുന്നു അന്വേഷണ ചുമതല. കേസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും വ്യക്തമായ ഒരു ലീഡിലേക്ക് എത്താൻ പോലീസിനായിരുന്നില്ല. എന്നാൽ അങ്ങനെ തോറ്റുകൊടുക്കാനും അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച അരഞ്ഞാണത്തിന്റെ നീളം കണക്കാക്കി മരിച്ചത് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ഒരു സ്ത്രീയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. വീപ്പയിൽ നിന്ന് ലഭിച്ച 500-ന്റെ നോട്ടുകൾ നിരോധിച്ചവയായതിനാൽ 2016 നവംബർ 8-ന് മുൻപ് കൊലപാതകം നടത്തിയിരിക്കാമെന്നും പോലീസ് ഊഹിച്ചു. ഫോറൻസിക് സർജൻ ഡോക്ടർ ഉമേഷ് AK ആയിരുന്നു കേസിൽ ഫോറൻസിക് പരിശോധന നടത്തിയത്. ആ അസ്ഥികൾ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. DNA പരിശോധനയും രാസപരിശോധനയും നടത്തി. ഇതിനിടെയാണ് മൃതദേഹത്തിന്റെ ഇടത് കണങ്കാലിലെ ഒരു ചെറിയ സ്ക്രൂ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഒരു മാളിയോളാർ സ്ക്രൂ ആയിരുന്നു. അതെ, മനുഷ്യാസ്ഥികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാളിയോളാർ സ്ക്രൂ. അതിൽ എന്തോ ഒന്ന് എഴുതിയിരിക്കുന്നു. വളരെ ചെറിയ സ്ക്രൂ ആയതിനാൽ അതിന്മേൽ രേഖപ്പെടുത്തിയത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലീസിനായില്ല. തുടർന്ന് പോലീസ് ഫോട്ടോഗ്രാഫറുടെ സഹായത്തോടെ അതിൽ രേഖപ്പെടുത്തിയത് വായിച്ചെടുക്കാനായി. പിറ്റ്കാർ. ആ ഒരു പേരിന് പിന്നാലെ പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. പിന്നാലെ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർജിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലേക്ക് പോലീസ് എത്തി. അവിടെ നടത്തിയ അന്വേഷണത്തിൽ പിറ്റ്കാറിനൊപ്പം കുറിച്ചിരിക്കുന്ന 7 അക്ക നമ്പറുകൾ ഒരു ബാച്ച് നമ്പറാണെന്ന് പോലീസിന് വ്യക്തമായി. ആ ബാച്ചിൽ ആകെ 306 സ്ക്രൂകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 12 എണ്ണമാണ് കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്നും അതിൽ തന്നെ 6 എണ്ണം എറണാകുളത്തേക്കാണെന്നും അന്വേഷണത്തിൽ മനസ്സിലായി. പോലീസിന് അത് വ്യക്തമായ ഒരു ലീഡായിരുന്നു. തുടരന്വേഷണത്തിലേക്കുള്ള വഴികളൊക്കെ അതിൽ നിന്നും പോലീസ് വെട്ടി. ആ സ്ക്രൂകൾ എത്തിച്ചത് എറണാകുളത്തെ ഒരു ആശുപത്രിയിലേക്ക് തന്നെയാണെന്ന് വ്യക്തമായി. VKM ആശുപത്രി. മാളിയോളാർ സ്ക്രൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ എല്ലുകൾ കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ശസ്ത്രക്രിയ നടത്തി ആഴ്ചകൾക്കുള്ളിലാണ് കൊലപാതകം നടന്നതെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി. തുടർന്ന് ആ ആശുപത്രിയിൽ നിന്ന് സ്ക്രൂകൾ ഫിറ്റ് ചെയ്ത 6 പേരുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചു. അതിൽ 5 പേരും തുടർ ചികിത്സയ്ക്കായി കൃത്യമായി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. എന്നാൽ 6ാമത്തെ ആ രോഗി ശസ്ത്രക്രിയ നടത്തി പോയതല്ലാതെ പിന്നീട് ആശുപത്രിയിൽ അധികം വന്നിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. അയാളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. പേര് ശകുന്തള. എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിനി. 2016 സെപ്റ്റംബറിലാണ് ഒരു സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ ശകുന്തള ആശുപത്രിയിലെത്തിയത്. കണങ്കാലിനായിരുന്നു പരിക്ക്. എല്ലിന് പൊട്ടലുണ്ടായിരുന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർ അധികം ആശുപത്രിയിലേക്ക് വന്നില്ല. പോലീസ് ഇവരെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനുമായില്ല. പിന്നീട് ഇവരുടെ ബന്ധുക്കളെ സമീപിച്ച് വിശദാംശങ്ങൾ തേടി. തുടർന്ന് ബന്ധുക്കളിൽ നിന്ന് രക്തസാമ്പിൾ ശേഖരിച്ച് DNA പരിശോധന നടത്തി. അതെ, മരിച്ചത് ശകുന്തള തന്നെ. പോലീസ് ആ കൊലപാതക കഥയുടെ കെട്ടഴിച്ചു. ഉദയംപേരൂർ സ്വദേശിനിയായിരുന്ന ശകുന്തളയ്ക്ക് ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു. ഒരു കൊലപാതക കേസിൽ ജയിലിലായിരുന്ന ഇവരുടെ ഭർത്താവ് തിരിച്ചെത്തിയതോടെയാണ്
ശകുന്തളയുടെ ദുരിതകാലം ആരംഭിക്കുന്നത്. മദ്യപാനിയായിരുന്ന ഇയാൾ വീട്ടിൽ കലഹമുണ്ടാക്കുന്നത് സ്ഥിരമായിരുന്നു. ഇവരെ നിരന്തരം മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. തുടർന്ന് ശകുന്തള മക്കളെയും കൂട്ടി ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി. ഇതിനിടെ ഒരു വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇവരുടെ മകൻ മനോവിഷമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. ഏറെ വൈകാതെ ഒരു ദിവസം ഇവരുടെ വിവാഹിതയായ മകൾ അശ്വതിയെ കാണാതായി. പിന്നീട് ഇവരെ ഡൽഹിയിൽ നിന്നും കണ്ടെത്തി. തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ അശ്വതിയും ഭർത്താവും വേർപിരിഞ്ഞു. ശേഷം ശകുന്തളയോടൊപ്പം താമസിക്കുന്നതിനിടെ ഇവർ സജിത്ത് എന്ന യുവാവുമായി അടുപ്പത്തിലാകുന്നു. ഇയാൾ ഒരു SPCI ഇൻസ്പെക്ടറായിരുന്നു. അധികം വൈകാതെ ഇരുവരും ശകുന്തളയ്ക്കൊപ്പം താമസവും തുടങ്ങി. വീട്ടുജോലിയായിരുന്നു ശകുന്തളയ്ക്ക്. കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നതിനിടെയാണ് 2016 സെപ്റ്റംബർ 2-ന് ശകുന്തളയ്ക്ക് ഒരു സ്കൂട്ടർ അപകടത്തിൽ പരിക്കേൽക്കുന്നത്. കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നതിനിടെ ശകുന്തളയും മകളും തമ്മിലുള്ള കലഹം പതിവായി. ഇതിനിടെയാണ് സജിത്തിന് മറ്റൊരു ഭാര്യയുണ്ടെന്ന വിവരം ശകുന്തള അറിയുന്നത്. ഇതാകട്ടെ ശകുന്തളയ്ക്ക് അംഗീകരിക്കാനും കഴിയുമായിരുന്നില്ല. ഇത് സജിത്തിന്റെ വീട്ടിൽ അറിയിക്കുമെന്നും ഇങ്ങനെ തുടരാൻ അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു. ഇതിനിടെ തന്നെ ശകുന്തളയ്ക്ക് ചിക്കൻ പോക്സും പിടിപെട്ടു. പോകെ പോകെ ശകുന്തളയുടെ ആശുപത്രി ചിലവും സജിത്ത് തന്നെ വഹിക്കേണ്ട അവസ്ഥയായി. ശകുന്തള ഒരു ബാധ്യതയായി സജിത്തിന് തോന്നി. ഇതോടെ ശകുന്തളയെ ഇല്ലാതാക്കുക എന്ന പദ്ധതിയിലേക്ക് സജിത്ത് എത്തുന്നു. ഇതിനായി വിദഗ്ധമായൊരു പദ്ധതിയും അയാൾ തയ്യാറാക്കി. ആദ്യം ശകുന്തളയെ അവരുടെ കോട്ടയത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അയൽവാസികളോട് പറഞ്ഞു. കാലിന് പരിക്കുപറ്റി കിടക്കുന്നതിനാൽ തന്നെ ഇത് വിശ്വസിപ്പിക്കാനും വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. പിന്നീട് അശ്വതിയെയും കുട്ടികളെയും ഒരു ഹോട്ടലിലേക്ക് അയാൾ മാറ്റി. ഇതോടെ വീട്ടിൽ തനിച്ചായ ശകുന്തളയെ ഇയാൾ വിഷം നൽകി കൊലപ്പെടുത്തി. ഇതിനിടെ ഓട്ടോ ഡ്രൈവറായ തന്റെ സുഹൃത്തിനോട് വീട്ടിൽ വെള്ളം നിറച്ചു വെക്കാനാണെന്നും പറഞ്ഞ് ഒരു വീപ്പ ഇയാൾ വാങ്ങിപ്പിച്ചിരുന്നു. മൃതദേഹം ഈ വീപ്പയിലാക്കിയ ശേഷം കോൺക്രീറ്റ് നിറച്ചു. പിന്നീട് ഇത് ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. തുടർന്ന് വീപ്പയിൽ മൃഗങ്ങളുടെ അസ്ഥികളാണെന്നും ഇത് ഉപേക്ഷിക്കണമെന്നും പറഞ്ഞ് ഇയാൾ തന്റെ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു. മാത്രമല്ല ഇത് വെള്ളത്തിൽ കളയണമെന്നും അവരോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീപ്പ കുമ്പളം കായലിൽ ഉപേക്ഷിച്ചത്. ശകുന്തളയുടെ മരണത്തിന് പിന്നാലെ മകൾ അശ്വതിയെ അടക്കം പോലീസ് സംശയമുനയിൽ നിർത്തിയിരുന്നു. തെളിവുകൾ ഓരോന്നായി കണക്ട് ചെയ്തു വരുന്നേരമാണ് മകളുടെ സുഹൃത്തായ സജിത്താണ് ഇതിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലാകുന്നതും. പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നെങ്കിലും അതിനകം തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതാകട്ടെ സജിത്തിന്റെ മരണമായിരുന്നു. കായലിന് സമീപത്ത് നിന്നും വീപ്പയും അതിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ തന്നെ സജിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. താൻ ഒരു കൊലപാതക കേസിൽ പ്രതിയായാലുള്ള മാനക്കേട് ഓർത്താണ് സജിത്ത് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു പോലീസ് ഭാഷ്യം. എന്നാൽ വിഷമുള്ളിൽ ചെന്ന് മരണം സംഭവിച്ചുവെന്ന് സംശയിച്ച കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മരണകാരണം ഹൃദയസ്തംഭനമാണെന്നായിരുന്നു. ശകുന്തളയുടെ മകൾ അശ്വതിക്ക് കൃത്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടെത്താനായി നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ പറഞ്ഞെങ്കിലും അവർ അതിന് സമ്മതിച്ചിരുന്നില്ല. ഇത് അശ്വതിക്ക് കൃത്യത്തിൽ പങ്കുണ്ടാകാനോ കൃത്യത്തെക്കുറിച്ച് അറിവുണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ടെന്ന സംശയത്തിന് വഴിയൊരുക്കി. എന്നാൽ അശ്വതിക്കെതിരെ കാര്യമായ ഒരു തെളിവും തന്നെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചതുമില്ല. ഒരിക്കലും ആരും അറിയില്ലെന്ന ഉറപ്പിലാണ് കൊലയാളി ആ മൃതദേഹം വീപ്പയിലാക്കി കോൺക്രീറ്റ് നിറച്ച് കായലിൽ തള്ളിയത്. ഒരു വർഷത്തിലധികം അത് നാട്ടുകാരുടെ കൺമുന്നിൽ തന്നെ കിടന്നു. എന്നാൽ സംശയത്തിന്റെ ഒരു നിഴൽ പോലും അതിലേക്ക് എത്തിയതുമില്ല. എല്ലാ കുറ്റകൃത്യങ്ങളും അങ്ങനെയാണ്. എത്ര കാലം കഴിഞ്ഞാലും കാലം അതിലെത്ര ചാരം നിറച്ചാലും ഒരു നാൾ സത്യം മറനീക്കി.